ഇപ്പോഴത്തെ കാലത്ത് 100-ൽ 90 പേരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് അകാലനര എന്നുള്ളത്. അതേപോലെ ഒരു ചെറിയൊരു പനി വന്നാൽ പോലും നമ്മുടെ മുടി കൊഴിയാറുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അകാലനരയും മുടി കൊഴിച്ചിലൊക്കെ ഫേസ് ചെയ്യുന്നവരായിരിക്കും. അതിന് പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ വിളിച്ച് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോരുതേ. വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ടിപ്പ്, നമ്മൾ ഇരുമ്പ് തവ ഉപയോഗിക്കാറുണ്ട്. ദോശയൊക്കെ ചുടുന്ന സമയത്ത് നമുക്ക് ഇരുമ്പ് തവയിൽ നമ്മൾ ഇതുപോലെ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ദോശയൊക്കെ നന്നായിട്ടത് മുരിഞ്ഞ് വരുന്നതിനും അതുപോലെ ദോശക്കല്ലെ പറ്റി പിടിക്കാതിരിക്കുന്നതിനും സഹായിക്കുന്നതാണ്. രണ്ടാമത്തേത്, അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബൗളിലോട്ട് 1 കപ്പ് റവയാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് റവയുടെ അളവൊക്കെ കൂട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുള്ളൂ, അത് ബൗളിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി അതിലോട്ട് ഒരു 1/2 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരെടുത്ത കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അത് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എടുത്ത വെള്ളം 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു പകുതിയോളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കിയൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം, അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ അത് അടച്ച് മാറ്റി വെക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാൻ സഹായിക്കുന്നതാണ്. പിന്നീട് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള പകുതി എടുത്തിട്ട് അതിൽ നിന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് പകുതി എടുത്ത് അത് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇഞ്ചി, പച്ചമുളക്, അതേപോലെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു പാൻ എടുത്ത് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലൊക്കെ ആവശ്യമുള്ള കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാനിതിൽ ക്യാരറ്റും സവാളയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പച്ചക്കറിയായിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ പച്ചക്കറികളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊന്ന് നന്നായിട്ട് വഴണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ അടപ്പ് മാറ്റിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ടത് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം കഴിഞ്ഞു. നമ്മുടെ ബാറ്ററി ഈ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അതിലോട്ട് നമ്മൾ വഴറ്റിയെടുത്ത വെജിറ്റബിൾ നമ്മൾ ആ ചൂടോടുകൂടി ചെറിയ ചൂടോടുകൂടി തന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഇനിയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 1 മിനിറ്റ് നന്നായിട്ട് എല്ലാം ഒന്ന് കൂടി ചേരണം. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾ ബാറ്ററിലോട്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് മിക്സർ ജാറിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം ബാറ്റർ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഈ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. അധികം വെള്ളം ഒന്നും ചേർക്കാതെ ഒന്ന് കുഴഞ്ഞു നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ദോശത്തവ വെച്ചിട്ടുണ്ട്. ദോശത്തവ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ശകലം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാറ്റർ സ്പൂൺ കൊണ്ട് ഇതേ രീതിയിൽ കോരി ഒഴിച്ച് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു അട രീതിയിൽ ഗോതമ്പടയൊക്കെ ഉണ്ടാക്കുമല്ലോ, വെള്ളം ഒഴിക്കാതെ നമ്മൾ കൈ കൊണ്ട് കോരി ഒഴിച്ച് ഒന്ന് പരത്തി ഒന്ന് എടുക്കുന്ന രീതിയിൽ, ആ രീതിയിൽ അട രീതിയിൽ കിട്ടത്തക്ക രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഓരോ സ്പൂണ് കോരി ഒഴിച്ച് പരത്തി എടുത്തിട്ട് ബാക്കി നമുക്ക് വേണ്ടി വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ഷേപ്പ് ഒന്നും നോക്കണ്ട, ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് മുകൾ ഭാഗം ഒന്ന് വാടി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സൈഡ് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാവുന്നതാണ്. തിരിച്ചും മറിച്ചുവിട്ട് നമുക്ക് മുരിച്ചെടുക്കാം.
ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. രണ്ട് സൈഡ് നന്നായിട്ട് വെന്ത് വന്ന് ഇനി ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ തവയൊന്ന് തൂത്ത് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ ബാക്കിയുള്ള ഓരോന്ന് ഇതുപോലെ കോരി ഒഴിച്ച് ഉണ്ടാക്കാവുന്നതാണ്. രണ്ടാമത്തത് ഇതേപോലെ തന്നെ കോരി ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇൻസ്റ്റൻ്റായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണിത്. രാവിലെ ടിഫിനൊക്കെ കിട്ടാനായിട്ട് താമസം പോയിട്ടുണ്ടെങ്കിലും അതേപോലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന് ഒന്ന് വിശപ്പ് മാറണമെന്നുണ്ടെങ്കിലും പെട്ടെന്നൊന്നും ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇതിൽ നമ്മൾ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ദോശയുടെ ബാറ്റർ പോലെ ആണെങ്കിലും നമുക്ക് ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതേപോലെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് തവയിലോട്ട് ഒരു വാഴയില വെച്ചിട്ട് അതിലോട്ട് ഈ മാവ് കോരി ഒഴിച്ച് ഇതുപോലെ പരത്തി എടുക്കുകയാണെങ്കിലും അതൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു നാടൻ പലഹാരമായിരിക്കും. ഇപ്പോൾ ഇത് മൂന്നാമത്താണ്. അതിലോട്ട് ബാക്കിയുള്ള ബാറ്ററൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് പരത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആ ഒരു കപ്പ് റവയിൽ നിന്ന് ഇപ്പോൾ 3 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിന് അടയെന്നോ റവ അടയെന്നോ അല്ലെങ്കിൽ അപ്പമെന്നോ ഒക്കെ പറയാവുന്നതാണ്. അപ്പോൾ 3 ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇത് തന്നെ മതി, വേറെ ഒന്നും വേണ്ട. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ കട്ടൻ കാപ്പി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു പോകരുത്. അടുത്തത് മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണല്ലോ അകാലനര എന്നുള്ളത്. അതേപോലെ മുടി കൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോകുന്നത്, അതുപോലെ താരനൊക്കെ, അതിനൊക്കെ പറ്റിയ ഒട്ടും കെമിക്കലില്ലാതെ നമുക്ക് മുടി കറുപ്പിക്കാൻ പറ്റിയ ഒരു ഹെയർ ഡേ ആണ് ഉണ്ടാക്കുന്നത്. ഒരു ബൗളിലോട്ട് 2 ടീസ്പൂണ് ഉലുവ, അതുപോലെ 2 ടീസ്പൂണ് കരിഞ്ജീരകം, ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ഉലുവയും കരിഞ്ജീരകവും ഒക്കെ ആണെങ്കിൽ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഈ രീതിയിൽ ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് പൊടിച്ചിട്ട് പിന്നെ ഇരുമ്പ് ചീഞ്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്, അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഗ്യാസ് ആണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ താഴെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇത് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചൂടാകുന്നതനുസരിച്ച് ഇത് ഡ്രൈ ആയി നന്നായിട്ടിത് ഒന്ന് മൊരിഞ്ഞ് വരുന്നതായിരിക്കും. നന്നായിട്ടിത് കണ്ടിന്യൂസ് ഇത് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒട്ടുമേ കെമിക്കലൊന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു ഹെയർ ഡേ ആണ്, നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ഹെയർ ഡേ ആണ് ഉണ്ടാക്കുന്നത്. അത് നന്നായിട്ട് ഡ്രൈ ആയി മൊരിഞ്ഞ് വരുന്നതനുസരിച്ച് അത് ബ്രൗൺ കളറിലോട്ട് വരുന്നതായിട്ട് കാണാം, കളർ ചേഞ്ച് വരുന്നതായിട്ട് കാണാം ഇവിടെ. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മളിതിൽ കരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ചൂടാകുന്നതനുസരിച്ച് അതിൽ നിന്ന് എണ്ണയൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഇരുമ്പ് ചീഞ്ചട്ടിയിൽ പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈ ചാനൽ ഇതുപോലുള്ള ടിപ്സ്, റെസിപ്പീസ്, ഹെയർ ഡേ, ഹെയർ ഓയിലെല്ലാം അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും റെസിപ്പീസും ഒക്കെയാണ്. അതുപോലെ ഹെയർ ഡേ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു പോകരുത്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി ഒരു ബൗളിലോട്ട് ഇത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത് ബൗളിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉണങ്ങിയ നെല്ലിക്കയാണ്. അതും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 5-8 ഉണങ്ങിയ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അത് അതിൽ ചീഞ്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓണാക്കിയിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പം നെല്ലിക്ക നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേറെ പാത്രത്തിലോട്ട് വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. നമ്മുടെ നെല്ലിക്ക ഈ പരുവത്തിലാണ് കിട്ടേണ്ടത്. ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു വരികയും ചെയ്യും. ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പം മിക്സർ ജാറിലോട്ട് നെല്ലിക്ക ഇട്ട് കൊടുത്തു. ബാക്കി നമ്മുടെ ആ പൊടിയോട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്.
ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഞാൻ സ്പൂണിൽ കോരി കാണിക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന കണ്ടെയ്നറിലോട്ടാണ് ഇത് എടുത്ത് വെക്കുന്നത്. ഈ സമയത്ത് നമുക്ക് വേണേൽ ഇത് അരിച്ചെടുത്തിട്ട് വേണേൽ എടുത്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ അരിച്ചിട്ടില്ല, ഒരു കണ്ടെയ്നറിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ്. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിലോട്ട് എന്ത് എണ്ണയാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ എണ്ണ വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കാം, അതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എന്താണോ തലയിൽ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇതൊരു വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി ഒരു കണ്ടെയ്നറിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ പൊടി എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഗ്ലിസറിൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആ പൊടിയിൽ. അതുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നന്നായിട്ട് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറിലോട്ട് വരും. അതുപോലെ നല്ല രീതിയിൽ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഗ്ലിസറിൻ ചേർത്തുകൊണ്ട് മുടിക്ക് നല്ല ഷൈനിങ് കിട്ടുന്നതിന് സഹായിക്കും. അതേപോലെ ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചിലരുടെ മുടിയൊക്കെ അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയി പോകാറുണ്ട്. അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഡൈയിൽ. അപ്പോൾ നല്ല മുടിക്ക് നല്ല തിളക്കവും ഷൈനിങ്ങും ഒക്കെ കിട്ടുന്നതിന് സഹായിക്കുന്നതാണ്. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് ഇപ്പോൾ നല്ല സ്മൂത്ത് ടെക്സ്ചറിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വീര്യം കുറഞ്ഞ് ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകി കളയാവുന്നതാണ്. ചേർത്തിരിക്കുന്ന കരിഞ്ചീരകം, അതുപോലെ ഉലുവ, കറിവേപ്പില ഇതെല്ലാം മുടിക്ക് നല്ല ഹെൽത്തിനും മുടി ഗ്രോത്തിനും അതേപോലെ മുടിക്ക് നല്ല കളർ കിട്ടുന്നതിന് അകാല നര തടയുന്നതിനും സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ്റാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. ഒട്ടുമേ കെമിക്കലില്ലാതെ തന്നെ മുടി കറുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ കൊണ്ട് തന്നെ വിളിച്ച് വെക്കുക. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.